ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമായണം അയോധ്യാകാന്ഡമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. മന്ദരയുടെ ഉപദേശമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. മന്ദര കൈകേയിയോട് പറയുകയാണ്, കൈകേയി ഒട്ടും വൈകരുത്. രാമൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കുകയില്ല. മഹാരാജാവ് രാമന് സിംഹാസനം നൽകുന്നതിന് മുമ്പ് വരങ്ങൾ നേടണം. അദ്ദേഹം ഇപ്പോൾ വരും, എങ്ങനെയാണ് പറയേണ്ടതെന്ന് ആലോചിച്ച് അതുപോലെ പെരുമാറുക. ഇങ്ങനെ മന്ദര പറഞ്ഞതു കേട്ട് കൈകേയി രാവിലെ തന്നെ മെയ്യാഭരണങ്ങൾ ഊരിയിട്ട് വെറും നിലത്ത് കിടന്നു. ദശരഥൻ സന്തോഷത്തോടെ വിവരങ്ങളൊക്കെ പറയുവാനായി കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് വന്നു. കൈകേയിയോടുകൂടി വിവരങ്ങൾ പറഞ്ഞിട്ട് വേഗം തിരിച്ചു ചെന്ന് പൂജകളിൽ പങ്കെടുക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. ചെന്നില്ലെങ്കിൽ കൈകേയിക്ക് പരിഭവമാകും. ധനവും ജനവും രാജ ഐശ്വര്യവും പിന്നെ വിഫലം തന്നെ എന്ന് രാജാവ് വിചാരിച്ചു. ഓരോ മുറിയിലും കൈകേയി അന്വേഷിച്ചു. അവസാനം ഒരു മുറിയിൽ പിണങ്ങിക്കിടക്കുന്ന കൈകേയിയെ കണ്ടെത്തി. രാജാവ് കൈകേയിയെ ജീവനേക്കാൾ അധികമാണ് സ്നേഹിക്കുന്നത്. അവളുടെ ദുഃഖത്തിൽ രാജാവിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും. ഇതെന്തു പറ്റി? എന്തിനാണ് ദേഷ്യം? ആരോടാണ് ദേഷ്യപ്പെടുന്നത്? നിലത്ത് കിടക്കുന്നല്ലോ. വയ്യായിക വല്ലതുമാണെങ്കിൽ വൈദ്യനെ വിളിക്കട്ടെ എന്നിങ്ങനെ രാജാവ് ചോദിക്കുന്നു. ഇത്രയും രാജാവ് പറഞ്ഞപ്പോൾ ആശ കൈക്കൊണ്ട കൈകേയി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പഴയ കഥകൾ വിവരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, രോഗവും പീഡയും ഒന്നുമില്ല, എനിക്ക് അപമാനമാണ് ഉണ്ടായത്. ആദ്യം സത്യം ചെയ്യൂ, എന്നിട്ട് വിവരം പറയാം. കൈകേയിക്ക് എന്താണ് അപമാനം സംഭവിച്ചത് എന്ന് രാജാവിന് മനസ്സിലായില്ല. പ്രിയയുടെ വാക്കനുസരിച്ച് രാജാവ് സത്യം ചെയ്തു. വനത്തിൽ മൃഗം വലയിൽ കുടുങ്ങിയതുപോലെ രാജാവ് കുടുക്കിൽപ്പെട്ടു. ദശരഥ മഹാരാജാവ് പറഞ്ഞു, പ്രിയേ, സത്യം ചെയ്യുന്നു. എന്താണ് നിനക്ക് ആഗ്രഹമെന്ന് പറയൂ, ഞാനത് നൽകാം. അതാരുടെയെങ്കിലും ജീവനാണെങ്കിൽ പോലും ഞാനത് നൽകും. കൈകേയി പറഞ്ഞു, രാജൻ, അങ്ങ് സത്യം ചെയ്തിരിക്കുന്നു. അഷ്ടദിക്പാലകന്മാർ സാക്ഷി, സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും സാക്ഷി, രാത്രിയും പകലും പ്രപഞ്ചവും ഒക്കെ തന്നെ സാക്ഷി, സ്വർഗവും പാതാളവും ഭൂമിയും സാക്ഷി, അച്ഛനും സഹോദരനും സർവരും സാക്ഷി. ഞാനിതാ രാജാവിനോട് വരം ചോദിക്കാൻ പോകുന്നു. മഹാരാജൻ, എന്നോടുള്ള കടം ഒന്ന് സ്മരിക്കൂ. എന്നിട്ട് സത്യം ചെയ്തതുപോലെ ആ കടം വീട്ടു. യുദ്ധത്തിൽ അങ്ങയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. ആ സമയത്ത് അങ്ങെനിക്ക് 2 വരം നൽകി. ഞാനത് പിന്നീട് തന്നാൽ മതി എന്ന് അങ്ങയോട് പറഞ്ഞിരുന്നല്ലോ. എനിക്ക് ആ 2 വരം ഈ ക്ഷണം കിട്ടണം. ഒരു വരത്താൽ ഭരതന് സിംഹാസനം നൽകണം. മറ്റൊരു വരത്താൽ രാമനെ വനത്തിലേക്ക് അയക്കണം. രാമൻ 14 സംവത്സരം വനത്തിൽ വസിക്കട്ടെ. അത്രയും കാലം ഭരതൻ സിംഹാസനത്തിൽ ഇരിക്കട്ടെ. ദുരന്തവാക്യം കേട്ട് രാജാവ് വിറച്ചുപോയി. ചേതന നഷ്ടപ്പെട്ട് നെഞ്ചുപൊട്ടി പാവം തകർന്നുപോയി. ബോധം വീണു കിട്ടിയപ്പോൾ പതുക്കെ പതുക്കെ പറഞ്ഞു, പാപി,
എന്നെ വധിക്കാനാണ് നിന്റെ ഉദ്യമം. നിന്നെ ലോകർ മുഴുവൻ പഴിക്കും. എന്നെ വധിക്കാനുള്ള ഈ ബുദ്ധി നിനക്കാര് പറഞ്ഞു തന്നു? രാജ്യം വെടിഞ്ഞ് ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്ന ദിവസം ആ ക്ഷണം തന്നെ ഞാൻ മരിക്കും. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴേ നാരിക്ക് സമ്പത്തുള്ളൂ. എന്നെ വധിച്ചു. 3 കുലത്തിലാണ് നീ ആപത്ത് വരുത്തുന്നത്. ഭർത്താവിനെ വധിച്ചിട്ട് മകന് രാജ്യം നൽകുന്നു. എന്തിനാണ് നീ ഇത് ചെയ്തത്? ഭരതൻ വന്ന് ഇത് കേട്ടാൽ അവനും ആ ക്ഷണത്തിൽ തന്നെ മരിക്കും. പാപഭയത്താൽ മാതൃവധം ചെയ്തില്ലെങ്കിലും നിന്നെ നിന്ദിക്കും. കാലസർപ്പമായി നീ വിഷപ്പല്ലൂന്നി കടിച്ചിരിക്കുന്നു. നിന്റെ വസതിയിലേക്കുള്ള എൻ്റെ അവസാനത്തെ വരവാണിത്. ഏതു രാജാവാണ് ഇപ്രകാരം സ്ത്രീവശനായി കാമിനീ വാക്യം കേട്ട് ഔരസപുത്രനെ വെടിഞ്ഞവനായി വേറെയുള്ളത്? ത്രേതായുഗത്തിൽ 10,000 വർഷമായുസാണ് 9,000 വർഷം രാജ്യം ഭരിച്ചു. ഇനി 1000 വർഷം ആയുസ്സുണ്ട്. പൂർണ്ണായുസ്സും നിന്നോടൊത്ത് ജീവിക്കാൻ മോഹമുണ്ട്. കാലുപിടിച്ച് നിന്നോട് ഞാൻ പ്രാണൻ യാചിക്കുകയാണ്. രാജാവ് നിലത്തു വീണു. കൈകേയിയുടെ കാലുപിടിച്ചു. കണ്ണുനീരു വീണ് സർവാംശം നനഞ്ഞു. പ്രഭാതത്തിൽ രാജസഭ ചേർന്നു കഴിഞ്ഞു. രാമൻ്റെ അധിവാസമാണ് എന്നറിഞ്ഞ് രാജാക്കന്മാരൊക്കെ എത്തിച്ചേർന്നു. അവരോടൊക്കെ എന്തു പറയും? ക്ഷമിക്കൂ കൈകേയി, എൻ്റെ ജീവൻ രക്ഷിക്കൂ. നീ നിൻ്റെ മിടുക്ക് പരീക്ഷിക്കുകയാണ്. എൻ്റെ വംശത്തിൽ ഭാര്യയ്ക്ക് അടിമപ്പെട്ടവൻ ആരുമില്ല. ഇതൊന്നും നിൻ്റെ ദോഷമല്ല. ഞാൻ കർമ്മഫലം അനുഭവിക്കുകയാണ്. കൈകേയി മറുപടി പറഞ്ഞു, രാജാവേ, അങ്ങ് സത്യം ചെയ്തതാണ്. എന്നിട്ട് വരം തരാൻ മടിക്കുന്നു. വളരെ പരിശ്രമിച്ചിട്ടാണെങ്കിലും സത്യം പാലിക്കുക തന്നെ ചെയ്യണം. സത്യം നഷ്ടപ്പെട്ടിട്ട് രാമനെ രക്ഷിക്കുന്നതെങ്ങനെ? സത്യം ലംഘിക്കുന്നവർക്ക് സർവനാശവും സത്യം പരിപാലിക്കുന്നവർക്ക് സ്വർഗവാസവുമാണ് ഫലം. സൂര്യചന്ദ്ര വംശരാജാക്കന്മാരെയെല്ലാം ലോകം പ്രശംസിച്ചിട്ടേയുള്ളൂ. യയാതി എന്ന രാജാവ് പൃഥ്വി ഭരിച്ചിരുന്നു. ദേവയാനിയായിരുന്നു മുഖ്യറാണി. ശർമ്മിഷ്ഠയുടെ മകനായ ഏറ്റവും ഇളയവനായ പുരുവിനാണ് യയാതി രാജ്യം കൊടുത്തത്. ശിബി എന്നൊരു രാജാവുണ്ടായിരുന്നു. നിസ്തുല പരാക്രമി, മഹാദാനശീലൻ. അന്ധനായ ഒരു ബ്രാഹ്മണൻ 2 കണ്ണും നൽകാമെന്ന് സത്യം ചെയ്തു. ആ സത്യം പാലിച്ച് സ്വർഗത്തിലേക്ക് പോയി. സൂര്യവംശത്തിൽ ഇഷാക്കു എന്നൊരു രാജാവുണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ചു. അച്ഛൻ്റെ വാക്കനുസരിച്ച് ഇളയ സഹോദരൻ ഇഷാക്കുവിന് രാജ്യം നൽകി. ഇങ്ങനെ സത്യം പാലിച്ച രാജാക്കന്മാർ ധാരാളമുണ്ട്. അങ്ങ് എനിക്ക് സത്യം ചെയ്തു തന്നതാണ്. എനിക്ക് 2 വരവും തരാമെന്ന് സത്യം ചെയ്തു. എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് മടിക്കുന്നത്? ലോകത്തിൽ രാജാക്കന്മാർ തമ്മിൽ അഭിമാന പ്രശ്നത്തിൽ ഏറ്റുമുട്ടാറുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അധിവാസം ഇന്നലെ കഴിഞ്ഞു എന്നെല്ലാവർക്കും അറിയാം. വസിഷ്ഠൻ നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിലായിരുന്നു അത്. ഇനി അഭിഷേകത്തിന് എന്താണ് താമസം? ത്രിലോകങ്ങളും ദശരഥൻ്റെ പ്രതാപത്തിന് അധീനമാണ്. ആർക്കും അന്തഃപുരത്തിൽ ചെന്ന് അന്വേഷിക്കാൻ ധൈര്യമില്ല. ബന്ധുക്കളും മിത്രങ്ങളും രാജാക്കന്മാരും
എല്ലാവരും ചേർന്ന് സുമന്ത്രരോട് പറഞ്ഞു, വേറെ ആരും അന്തഃപുരത്തിൽ കടക്കുകയില്ല. അങ്ങ് വേഗം അകത്ത് ചെന്ന് അറിയിക്കൂ, സാമന്ത രാജാക്കന്മാരെല്ലാം ഗോപുരത്തിൽ എത്തിക്കഴിഞ്ഞു. ദേവന്മാരെല്ലാം രാമാഭിഷേകത്തിന് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് താമസം? ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഭാഗമായിട്ട് വായിക്കാം. വീഡിയോയ്ക്ക് ഒരുപാട് ദൈർഘ്യം വരുമ്പോൾ അത് അപ്ലോഡിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇന്ന് തന്നെ അടുത്ത ഭാഗവും കൂടി ഇടാം. രണ്ടും കേൾക്കണം. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ മാധവം എന്ന യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി, അടുത്ത ഭാഗമായിട്ട് അത് കാണും. അതല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ അതും കൂടെ ആഡ് ചെയ്തേക്കാം. ഇതുവരെയുള്ള നമ്മുടെ രാമായണത്തിൻ്റെ ഭാഗങ്ങളെല്ലാം രാമായണം എന്ന് പറഞ്ഞ ഒരു ഫോൾഡറാക്കി പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെ കേൾക്കണം. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ പൊതുവേ മുമ്പ് കേട്ടുകൊണ്ടിരുന്ന അത്രയും ആളുകൾ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. എന്തായാലും തിരുത്തേണ്ടത് നിങ്ങൾ പറയുക. എന്തുകൊണ്ടാണ് കേൾവിക്കാർ കുറയുന്നത്? മടുത്തോ? ബോറടിച്ചു തുടങ്ങിയോ? അതൊക്കെ പറയുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ചൊല്ലുക. നമ്മുടെ സെക്കൻഡ് ചാനലും കൂടെ കാണണം. ഹരേ കൃഷ്ണ.